എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 96-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നീതുവിൻ്റെയും സനീഷിൻ്റെയും ഒത്തുകല്യാണത്തിനും കല്യാണത്തിനും കിച്ചുവിനെ മാത്രമല്ല അനുവിനെയും സ്നേഹയെയും കോളേജിലെ മറ്റു കുറേ സഹപാഠികളെയും വിളിച്ചിരുന്നു. പെൺവീട്ടുകാർ നടത്തേണ്ട ചടങ്ങ് ഒത്തുകല്യാണമാണല്ലോ. അത് പരമാവധി ഭംഗിയാക്കാൻ പെൺവീട്ടുകാർ ആഗ്രഹിക്കുന്നത് സാധാരണവുമാണ്. അതുകൊണ്ട് എന്തായാലും അതിന് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു പരമാവധി ആഘോഷപൂർവ്വം നടത്തണമെന്ന് ലൂയിസ് തീരുമാനിച്ചു. കഥ നടക്കുന്നത് 1990കളിലാണല്ലോ. അന്നൊന്നും വിവാഹ സൽക്കാരം നടക്കുന്നത് ഓഡിറ്റോറിയങ്ങളിലല്ല. ഓരോരുത്തരുടെയും വീടുകളിൽ കൂടുതലായി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അവിടെ വെച്ചായിരിക്കും എല്ലാവർക്കും സദ്യ നൽകുന്നതും ആളുകളെ സ്വീകരിക്കുന്നതും. ക്ഷണിക്കപ്പെടുന്നവരുടെ എണ്ണവും ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി കുറവായിരിക്കും. മറ്റു പല കാര്യങ്ങളിലും ഇന്നത്തേതുമായി വ്യത്യാസമുണ്ട്. കല്യാണത്തിനാണെങ്കിലും ഒത്തുകല്യാണത്തിനാണെങ്കിലും ചടങ്ങ് നടക്കുന്ന ദിവസങ്ങൾക്ക് 3-4 ദിവസം മുൻപ് മുതൽ തന്നെ അകലെയുള്ള ബന്ധുക്കൾ വീടുകളിൽ എത്തിത്തുടങ്ങും. എല്ലാവരും ഒത്തുചേർന്ന് ഒരു പിടിയങ്ങ് പിടിക്കും. അതാണ് അന്നത്തെ ആഘോഷത്തിൻ്റെ പ്രത്യേകത. അതോടെ എല്ലാം ഭംഗിയാകും. ഭക്ഷണം തയ്യാറാക്കുന്നത് വീടുകളിൽ തന്നെയാണ്. അതിന് നിർദ്ദേശം നൽകാൻ ഒരു പ്രധാനി ഉണ്ടാകും. അയാളെ വിളിച്ചിരുന്ന പേര് കോക്കി എന്നാണ്. നിരത്തും തട്ടിൽ ഏത് ചടങ്ങിലും കോക്കിയായി വന്നുകൊണ്ടിരിക്കുന്നത് തറയിൽ പൗലോസിയേട്ടനാണ്. ഭക്ഷണകാര്യങ്ങൾ പൗലോസിയേട്ടൻ ഏറ്റാൽ പിന്നെ ക്ലിയറായി. സഹായിക്കാൻ ആവശ്യത്തിലധികം ബന്ധുക്കൾ ലൂയിസിനും ജാൻസിക്കും ഉണ്ടല്ലോ താനും. അല്ലാതെ അതിനായി കാറ്ററിംഗ് സർവീസൊന്നും അന്ന് ഗ്രാമങ്ങളിൽ വന്നിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും പണച്ചെലവിൻ്റെ കാര്യത്തിൽ പരമാവധി ലുപ്തിക്കുന്ന ലൂയിസ് നീതുവിൻ്റെ ഒത്തുകല്യാണ കാര്യത്തിൽ മാത്രം കൈ അയച്ച് പണം ചെലവാക്കി. അതുകൊണ്ട് എന്തു വേണ്ടു, കൂടെയുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഓരോ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യത്തിലും ഭയങ്കര താല്പര്യമായിരുന്നു. അവർക്ക് ചിലവാകുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവരെല്ലാം ആഘോഷപൂർവ്വം പരിപാടികളിൽ പങ്കെടുത്തു. നീതുവിൻ്റെ കൂട്ടുകാർക്ക് പുറമെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ജാതി മത ഭേദമില്ലാതെ ക്ഷണിച്ചിട്ടുണ്ട്. എങ്കിലല്ലേ ലൂയിസിൻ്റെ പ്രൗഢി ചെക്കൻ വീട്ടുകാരെ അറിയിക്കാൻ പറ്റൂ. വിളിക്കാനിറങ്ങിയപ്പോൾ സൗകര്യം നോക്കാതെ തന്നെ അങ്ങ് വിളിച്ചു. വന്നവരുടെ എണ്ണം എടുത്തപ്പോഴാണ് എല്ലാവർക്കും കൂടി സദ്യ കൊടുക്കാനുള്ള സൗകര്യം വീട്ടിലില്ലല്ലോ എന്ന് ലൂയിസ് മനസ്സിലാക്കിയത്. അപ്പോൾ അയാളുടെ തന്നെ കൂട്ടുകാരൻ ഓനച്ചനാണ് പറഞ്ഞത്, ഒന്നുകിൽ നമുക്ക് പള്ളിയുടെ സൺഡേ സ്കൂൾ കെട്ടിടത്തിൽ നടത്താം, അതല്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ട് എന്ന്. അതും പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അവിടെയാണെങ്കിലും കുഴപ്പമില്ല. അവിടെയാണെങ്കിൽ വാടകയായി എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പള്ളിയുടെ സൺഡേ സ്കൂൾ കെട്ടിടം അച്ഛനെയും കൂട്ടി പോയി നോക്കി. താരതമ്യേന ചെറുതാണ്. ആകെ മൊത്തം കണക്കെടുത്തപ്പോൾ വിളിച്ചതും വിരുന്നു വരുന്നതുമായിട്ട് ആളുകൾ 500 കടക്കും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സൗകര്യങ്ങളുള്ള ക്ലബിൻ്റെ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വരും എന്ന നിർദ്ദേശം വന്നു. അത് തന്നെ ആലോചിച്ചു. തന്നെ നിർബന്ധിച്ച് ക്ലബിൻ്റെ മെമ്പർഷിപ്പ് പിടിപ്പിച്ചതാണ് എന്ന് ലൂയിസ് മിക്കപ്പോഴും പരാതി പറയുമായിരുന്നു. ക്ലബിന് പണം കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം അയാൾ പരാതി പറയുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടായി. ഒരു ഉപകാരം കൂടി ഉണ്ടായി. അകലെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ കുറഞ്ഞ റേറ്റിൽ സൗകര്യവും ഭക്ഷണവും ലഭ്യമാക്കുക കൂടി ക്ലബ്ബുകാർ ചെയ്തു. അതും പ്രകൃതി രമണീയമായ ആ പ്രദേശത്ത്. ഒരിക്കൽ അവിടെ വന്നവൻ അവിടം ഇഷ്ടപ്പെടാതെ പോവില്ല.
അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഈ ഒരുക്കങ്ങളെല്ലാം നടത്തുമ്പോഴും ലൂയിസിൻ്റെ മനസ്സിലൊരു സംശയം ബാക്കിയായിരുന്നു. എന്തെല്ലാം ചെയ്താലും പള്ളിയിൽ അച്ഛൻ ചോദിക്കുമ്പോൾ അവൾ വിവാഹ വാഗ്ദാനം ചെയ്തില്ലെങ്കിലോ? എങ്കിൽ എല്ലാം പൊളിയും, ആകെ പ്രശ്നമാവുകയും ചെയ്യും. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങ് പോകുന്നതാണ്. അവൾ ചതിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു മാത്രം. ഇടയ്ക്ക് 1-2 തവണ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ജാൻസി പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. അവൾ ഒന്നും തിരിച്ചു പറയുകയും മറ്റുമില്ല. സനീഷിനെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ട മട്ടാണ്, അതുകൊണ്ട് സാരമില്ല. ആ കിച്ചുവും കൂട്ടുകാരുമെല്ലാം ഒത്തുകല്യാണത്തിന് വിളിച്ചു വരുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിയുമ്പോൾ പള്ളിയകത്തു നിന്നും തിരിച്ചു പറഞ്ഞാലോ? അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ. വിവാഹ വാഗ്ദാനത്തിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെങ്ങനെ ഓർക്കാതിരിക്കുമെന്നാണ് നീ പറയുന്നത്? ഓർത്ത് നെഞ്ചുരുകിയിട്ട് ഒരു കാര്യവുമില്ല. പലിശയ്ക്ക് വേണ്ടി മാത്രം പലരുടെയും ഒത്തുകല്യാണം മുടക്കിയിട്ടില്ലേ? ഇപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വരാതിരിക്കുന്നത് പിന്നെ എങ്ങനെയാ? കൊടുത്തത് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ അതിൽ തെറ്റില്ല. എന്നാൽ പക്ഷേ അങ്ങനെ കിട്ടുന്ന സാധ്യത ഇവിടെയില്ല. എനിക്കങ്ങനെ ഒരു വിചാരവുമില്ല. എൻ്റെ പ്രവൃത്തികൾക്ക് പിന്തുണ നൽകുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ നീ മാത്രമാണ് എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ നിനക്കും എൻ്റെ പ്രവൃത്തികളോട് എതിർപ്പാണ് അല്ലേ? മൗനമായി സമ്മതിച്ചാലും എതിർപ്പ് തന്നെ ആയിരുന്നു മനസ്സിൽ അല്ലേ? ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. ഇനിയെങ്കിലും പ്രവർത്തന രീതി ഒന്ന് മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. മാറ്റിയില്ലെങ്കിൽ അനുഭവിക്കുന്നതും നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അവർ തമ്മിലുള്ള സംസാരം അവിടെ വെച്ച് മുറിഞ്ഞു. അതുതന്നെയാണ് നല്ലത്. സംസാരം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ലൂയിസ് ഭയപ്പെട്ടിരുന്ന ഒത്തുകല്യാണ ദിവസം വന്നു. പെണ്ണിനെ ഒരുക്കാനായി ആളെ കൂട്ടാൻ ലൂയിസിൻ്റെ തന്നെ ഒരു വിശ്വസ്തനായ ഒരാളെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത്. അയാൾക്ക് അപ്പോഴും അല്പം സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങാൻ പോയ വഴിയിൽ നിന്നും മുങ്ങിയ പെണ്ണുങ്ങളുമുണ്ട്. എങ്ങനെയും തൻ്റെ വാക്ക് തെറ്റാൻ പാടില്ല എന്ന വാശിയിൽ ആളെ വീട്ടിലേക്ക് വരുത്തുകയാണ് ചെയ്തത്. അല്പം കൂടെ കൂടുതൽ പൈസ കൊടുക്കണം, സാരമില്ല. അതിനുവേണ്ടി രാവിലെ തന്നെ ഒരു വണ്ടി അയക്കുകയും ചെയ്തു. ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. സുന്ദരിയായി നീതു ഒത്തുകല്യാണ പെണ്ണായി പുറത്തിറങ്ങി. അപ്പോഴേക്കും 9:30 കഴിഞ്ഞു. 10 മണിക്കായിരുന്നു ഒത്തുകല്യാണം. മേക്കപ്പൊക്കെ ചെയ്തെങ്കിലും പെണ്ണിന് സാധാരണ കാണുമ്പോഴുള്ള സൗന്ദര്യമില്ല എന്നൊരഭിപ്രായം ചിലർ പറയും. അതല്ല, വളരെ നല്ലതാണ് എന്ന് മറ്റൊരഭിപ്രായവും പറയും. ഏത് കാര്യത്തിലും 2 പക്ഷമുണ്ടാകുമല്ലോ. പഴയ മനുഷ്യർക്ക് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് മുടി മാറ്റി കെട്ടിയുള്ള രീതികളൊന്നും പിടിക്കില്ല. ഉള്ള സൗന്ദര്യം മതിയല്ലോ എന്നാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് അവരതിനൊക്കെ പൂർണ്ണമായും എതിരാണ്. അവർ ചോദിക്കാതെ തന്നെ അഭിപ്രായം അങ്ങ് പറഞ്ഞേക്കും. ഈ കൊച്ചിനെ യാതൊരു മേക്കപ്പും ഇല്ലാതെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിരുന്നു. മേക്കപ്പ് എന്ന് പറയുന്നത് സൗന്ദര്യം കൂട്ടാനല്ലേ, അല്ലാതെ വികൃതമാക്കാനാണോ? എൻ്റെ പൊന്നു വറീതിയേട്ടാ, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നേ. അതുകൊണ്ടാണ് ഇയാളും ചെയ്തത്. അതിന് നമുക്കെന്നതാ ഛേദം? മനസ്സിൽ എന്തു വിചാരിച്ചാലും നന്നായി എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഇനി കല്യാണമാണെങ്കിലും ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾ കയറി ഉടക്കുണ്ടാക്കുകയും കൂടി ചെയ്താലും ഫലമൊന്നും ഉണ്ടായിരിക്കില്ല. നടക്കാനുള്ളത് നടക്കും. വറീത് കുറ്റം പറഞ്ഞെന്നും ഇരിക്കും. എല്ലാം കഴിഞ്ഞ് പള്ളിയിലെത്തിയപ്പോഴേക്കും അവിടം ജനസമുദ്രമാണ്. നാട്ടുകാർ മുഴുവനുമുണ്ടല്ലോ. പിന്നെ നീതുവിൻ്റെ കൂട്ടുകാരുമുണ്ട്. കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് സമയം കളയാതെ എല്ലാവരും പള്ളിക്കുള്ളിലേക്ക് കയറി. പരിപാടി തുടങ്ങുകയും ചെയ്തു. ലൂയിസിൻ്റെ ഹൃദയമിടിപ്പ് മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന സ്ഥിതിയിലായി. പ്രതിജ്ഞ ചൊല്ലുന്ന സമയം എത്തി. നീതു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളുമനുസരിച്ച് ഈ നിൽക്കുന്ന സനീഷ് ജോസഫിനെ വിവാഹം കഴിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? അവളിനി വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ
പെങ്ങളോട് ആ കാര്യമൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ലൂയിസ് മാറി നിന്നത്. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. നീതു മിടുക്കിയായി വാഗ്ദാനം ചെയ്യുന്നു എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞു. അടുത്തുള്ളവരെല്ലാം വ്യക്തമായി കേൾക്കുകയും ചെയ്തു. അച്ഛൻ വ്യക്തമായി കേട്ടതുകൊണ്ട് രണ്ടാമത് ചോദിക്കേണ്ടി വന്നില്ല. നെഞ്ചിലുണ്ടായിരുന്ന വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. അതോടെ അയാളും പള്ളിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. ഒത്തുകല്യാണത്തിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞല്ലോ. ഇനി വല്ല ഫോട്ടോ എടുപ്പിനും തൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അന്നേരം വന്ന് വിളിച്ചാൽ മതിയെന്ന് ജാനസിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് പോയത്. പക്ഷെ പിന്നെയും അയാളെ പള്ളിക്കകത്തേക്ക് വിളിച്ചു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നാളെ കാണാം.